റിപ്പബ്ലിക് ദിനം ഏത് വിധത്തിലാണ് പ്രധാനമാകുന്നത്? പ്രത്യേകിച്ച് ഈ റിപ്പബ്ലിക് ദിനം ഏത് വിധത്തിലാണ് പ്രധാനമാകുന്നത്? റിപ്പബ്ലിക് എന്നുള്ള നിലയ്ക്ക് രാജ്യം ഏത് വിധത്തിലാണ് വെല്ലുവിളികൾ നേരിടുന്നത്? ഈ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് ഇന്ന്. ഹരീഷ്, നമ്മളിത് സംസാരിക്കുമ്പോൾ സാധാരണഗതിയിൽ ഒരു റിപ്പബ്ലിക് ദിനം നമുക്ക് ഭരണഘടനയെക്കുറിച്ച്, ഭരണഘടന നൽകുന്ന അവകാശങ്ങളെക്കുറിച്ച് അന്തസ്സോടെ, സമത്വത്തോടെ ഒക്കെ മനുഷ്യന്, പൗരന്മാർക്ക് ജീവിക്കാൻ ഭരണഘടന നൽകുന്ന അവസരത്തെക്കുറിച്ച് ഒക്കെ ആവേശം കൊള്ളേണ്ട ദിവസമാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ ആവേശം ഈ റിപ്പബ്ലിക് ദിനത്തിലുണ്ടോ? എല്ലാവർക്കും റിപ്പബ്ലിക് ദിന ആശംസകൾ. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ആണ് എനിക്കൊക്കെ സംശയം ഉണ്ടാവുന്നത്, ഈ സ്വാതന്ത്ര്യദിനം കൂടാതെ എന്തിനാണ് വേറൊരു ചുവന്ന ദിവസം? നമ്മൾ സ്വാതന്ത്ര്യദിനത്തിനാണ് ഹെഡ് മാസ്റ്റർ പതാക ഉയർത്തുന്നത്, മറ്റൊരു ദിവസം റിപ്പബ്ലിക് ദിനമാണ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമ്മൾ കുട്ടികളായിട്ടുള്ള നമ്മൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ട്. അപ്പോ സാധാരണഗതിയിൽ സിവിക്സ് ടീച്ചർ തരുന്ന മറുപടി, സ്വാതന്ത്ര്യദിനം നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്, സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണ്. റിപ്പബ്ലിക് ദിനം നമ്മള് ഭരണഘടന നമ്മുടെ രാജ്യത്തിന് സമർപ്പിച്ച് അത് നമ്മൾ സ്വീകരിച്ച ദിവസമാണ് എന്നാണ് പറയുന്നത്. സത്യത്തിൽ ഈ റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വലിയ പിടുത്തം ഇത് പറഞ്ഞു തരുന്ന അധ്യാപകർക്കും ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായി. അപ്പൊ എന്താണ് റിപ്പബ്ലിക് എന്ന വാക്കിന് അർത്ഥം എന്ന് നമ്മളിപ്പോ ഒരു മൈക്കും ക്യാമറയും എടുത്തുകൊണ്ട് നമ്മുടെ റോഡിലൂടെ നടക്കുന്ന ആളുകളോടൊക്കെ ചോദിച്ചാൽ, 100 പേരോട് ചോദിച്ചാൽ എത്ര പേർക്ക് സത്യത്തിൽ ഈ ക്വിസിന് ചോദിച്ചാൽ മറുപടി പറയുന്ന പോലെ ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്ന ദിവസമാണെന്നൊക്കെ പറയുന്നല്ലാതെ നമ്മളൊരു ജനത എന്നുള്ള നിലയ്ക്ക് നമുക്ക് അതിന് എന്തുമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടെന്നോ, ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഇതിന് എന്തുമാത്രം നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം സ്വാധീനം ചെലുത്തുന്നോ സത്യത്തിൽ നമ്മുടെ വിദ്യാഭ്യാസത്തിലൂടെ മനസ്സിലാവുന്നില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അനുഭവം. ഒരുപക്ഷെ അങ്ങയുടെ അനുഭവം അങ്ങേക്ക് പറയാമായിരിക്കും. പരീക്ഷ ഈ പറഞ്ഞത് വളരെ ക്ലിയർ ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതേ സംശയങ്ങൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടായിരുന്നതാണ്. പിൽക്കാലത്ത് ഈ റിപ്പബ്ലിക് എന്താണ് എന്ന് നമ്മൾ ജോലിയുടെ ഭാഗമായി നമ്മുടെ സഹപ്രവർത്തകരോട് തന്നെ ചോദിക്കുമ്പോൾ പലപ്പോഴും ഇതെന്തിനാണ് ഇങ്ങനെ ഒരു ദിനം എന്നുള്ളത്, അല്ലെങ്കിൽ ഇതെന്താണ് ഈ റിപ്പബ്ലിക് എന്നുള്ളതിനെ കുറിച്ചുള്ള ധാരണകൾ വളരെ പരിമിതമാണ് എന്ന് പലപ്പോഴും മനസ്സിലായിട്ടുമുണ്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല്, സ്വാതന്ത്ര്യദിനം നമുക്ക് മനസ്സിലാവുന്ന യുക്തിയാണ്. ബ്രിട്ടീഷുകാർ നമ്മളെ ഭരിച്ചുകൊണ്ടിരുന്നതിൽ നിന്ന് നമുക്ക് കിട്ടിയ മോചനം അഥവാ സ്വാതന്ത്ര്യമാണ് സ്വാതന്ത്ര്യദിനം. ഇത് മനസ്സിലാക്കാൻ സാധാരണക്കാരുടെ അല്ലെങ്കിൽ കൊച്ചുകുട്ടികളുടെ ഒരു ബുദ്ധി മതി. പക്ഷെ റിപ്പബ്ലിക് മനസ്സിലാക്കാൻ കൊച്ചുകുട്ടികളുടെ ബുദ്ധി പോരാ. ഒരു രാജ്യം സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി മാറുന്നതിൽ ഈ റിപ്പബ്ലിക് എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നോ, അത് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ സ്വാതന്ത്ര്യത്തിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ നിന്ന് നമ്മൾ മാറി, പക്ഷെ റിപ്പബ്ലിക് എന്ന സംഗതിക്ക് നമുക്ക് എന്തുമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടില്ല. ഒരു ജനത എന്നുള്ള നിലയ്ക്ക് ഇന്ത്യക്ക് മനസ്സിലായിട്ടില്ല, വ്യക്തിപരമായി പൗരന്മാർക്ക് മനസ്സിലായിട്ടില്ല, ഇൻസ്റ്റിറ്റ്യൂഷൻസിന് മനസ്സിലായിട്ടില്ല. ഇത് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് മനസ്സിലാവാത്തതുകൊണ്ടാണ് ഇത് കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കാൻ കഴിയാത്തത്. ഇത് ഏതെങ്കിലും സിവിക്സ് പഠിപ്പിക്കുന്ന ടീച്ചറുടെ എന്തെങ്കിലും കഴിവില്ലായ്മ കൊണ്ടോ വ്യക്തിഗതമായ കുറവ് കൊണ്ടോ അല്ല. ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന നിലയ്ക്ക് വിദ്യാഭ്യാസ സംവിധാനങ്ങൾക്ക് റിപ്പബ്ലിക് ദിനത്തിന്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് ഇന്നും മനസ്സിലായിട്ടില്ല എന്ന് വേണം ഞാൻ കരുതാം. അതായത് പറഞ്ഞ ക്വിസിന് പഠിപ്പിക്കുന്നവരെ നമുക്ക് പറയാൻ പറ്റും ഭരണഘടന നിലവിൽ വന്ന വർഷം. അപ്പൊ എന്താണ് ഭരണഘടനയുടെ പ്രസക്തി? എന്താണ് ഭരണഘടനയ്ക്ക് ഇത്ര വലിയ ഇമ്പോർട്ടൻസ് ഉള്ളത് ഈ രാജ്യത്ത്? ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം എങ്ങനെ വിനിയോഗിക്കണം എന്നതിനെ സംബന്ധിച്ച് ഭരണഘടന എന്ത് തരത്തിലുള്ള റോളാണ് നിർവഹിക്കുന്നത്, ഈ ദിവസം എന്ത് തരത്തിലുള്ള റോളാണ് നിർവഹിക്കുന്നത്, ഇതൊക്കെ പ്രധാനമാണ്. സ്വാതന്ത്ര്യം കിട്ടിയാൽ മതിയല്ലോ, ഏതെങ്കിലും സർക്കാർ ഭരിച്ചാൽ മതിയല്ലോ എന്നൊരു തോന്നൽ. എനിക്ക് തോന്നുന്നത് പ്രജ എന്ന ഒരു അവസ്ഥയിൽ നിന്ന് സിറ്റിസൺ എന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ ഇന്ത്യയിലെ പൗരന്മാർക്ക് വന്ന ദിവസമാണ് റിപ്പബ്ലിക്. അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ എളുപ്പത്തിൽ സാധ്യമായ ഒരു കാര്യമല്ല. നമ്മുടെ എല്ലാവരുടെയും അല്ലെങ്കിൽ ഒരു ജനത എന്നുള്ള നിലയ്ക്ക് ഇന്ത്യയുടെ പൗരന്മാരുടെ ഒരു മനസ്സ് നിലനിൽക്കുന്നത് ഇപ്പോഴും രാജാവ് പ്രജ എന്ന അവസ്ഥയിൽ തന്നെ. കാരണം അതിനൊരു വലിയ ചരിത്രമുണ്ട്, അല്ലെ? എത്ര തലമുറകളുടെ ചരിത്രമുണ്ട് രാജാക്കന്മാർ ഇന്ത്യയെ ഭരിച്ചതിനെ സംബന്ധിച്ച്. അപ്പൊ നമ്മൾ അധികാരത്തെ കാണുന്നത് രാജാവും പ്രജകളും എന്ന നിലയ്ക്കാണ്. നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നു, നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മളെ പോലെ മനസ്സിലാക്കി നമുക്ക് വേണ്ടി ചെയ്തു തരുന്ന ഒരു ഭരണകൂടത്തെയാണ് നമ്മൾ വിഭാവന ചെയ്യുന്നത്. നമ്മൾ പണിയെടുത്തുണ്ടാക്കുന്ന, നമ്മൾ കൂടി അംഗമായിട്ടുള്ള, ഭാഗമായിട്ടുള്ള, നമുക്ക് വേണ്ടി നമ്മൾ ഭരണം നടത്തുന്ന തരത്തിലുള്ള ഒരു ഉത്തരവാദിത്വം ഈ പ്രജയിൽ നിന്ന് സിറ്റിസണിലേക്ക് രൂപാന്തരപ്പെടുമ്പോൾ മനുഷ്യർക്ക് ഉണ്ടാവേണ്ടത്. പക്ഷെ ഇന്ത്യൻ സിറ്റിസൺ ഈ 75 വർഷത്തിനിടയിൽ അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷന് വിധേയമായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എൻ്റെ ഉത്തരം.
ഭരണകൂടത്തിന് ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കിൽ പുലർത്തേണ്ട ഉത്തരവാദിത്തങ്ങൾ എന്താണെന്നൊക്കെ പെരിഫറലായിട്ട് വളരെ ഉപരിപ്ലവമായി മനസ്സിലാക്കി അവർ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് ഒഴിച്ചാൽ, ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം ഇന്ത്യ ഭരിക്കുന്ന സർക്കാരുകൾ ഇന്ത്യയിലെ പൗരന്മാരെ പ്രജ എന്നതിൽ നിന്ന് പൗരൻ എന്നതിലേക്ക് വളർത്തുന്നതിന് വേണ്ട ഒരു ട്രാൻസ്ഫോർമേറ്റീവ് പ്രോസസ്സിന് വിധേയമാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം. അപ്പൊ അത് ഈ റിപ്പബ്ലിക് ദിനത്തിന്റെ മാത്രം പ്രശ്നമല്ല. കഴിഞ്ഞ 75 വർഷക്കാലമായി നമ്മൾ ഈ പ്രജയിൽ നിന്നുള്ള സിറ്റിസണിലേക്കുള്ള ട്രാൻസ്ഫോർമേഷന് പൗരന്മാരെ വിധേയമാക്കുന്ന, പൗരന്മാരെ വിധേയമായാൽ മാത്രമാണ് സ്റ്റേറ്റ് അത് ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ നേരിടുകയുള്ളൂ. സ്റ്റേറ്റ് ഇടയ്ക്കൊക്കെ അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷന് വിധേയമായിട്ടുണ്ട്. ഉദാഹരണത്തിന് അടിയന്തരാവസ്ഥ വന്നപ്പോൾ ഇന്ത്യയിലെ ജുഡീഷ്യറി ഉണർന്ന് പ്രവർത്തിച്ചു. സിറ്റിസൺസ് വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാക്കി. ആ അധികാര പ്രവണതയെ നമ്മൾ തടയും. ഒരു റിപ്പബ്ലിക് എന്നുള്ള ഒരു സ്വഭാവം കാണിച്ച നമ്മുടെ ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട ഏടായിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത്. അങ്ങനെയുള്ള ഏകാധിപതികളുടെ കാലത്തൊക്കെ ഇന്ത്യയുടെ ജനാധിപത്യ സ്വഭാവം വളരെ വൈഡായിട്ട് നമ്മൾ നോക്കിയാൽ ഇന്ത്യൻ ജനത കാണിച്ചിട്ടുണ്ട്. എന്നത് മാറ്റി നിർത്തിയാൽ നമ്മൾ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കി വെച്ച നിയമങ്ങളിൽ നിന്ന് ഇന്ത്യൻ നിയമങ്ങളിലേക്ക് വന്നപ്പോൾ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 13 പറയുന്നുണ്ട്, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു കഴിയുന്നതിന് മുമ്പ് ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഏത് നിയമങ്ങളായാലും ആ നിയമങ്ങളൊക്കെ ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ അത് റദ്ദ് ചെയ്യപ്പെട്ടു. പിന്നീട് ഒരു ചർച്ചയോ ചോദ്യമോ ഇല്ലാതെ അതെല്ലാം റദ്ദ് ചെയ്യപ്പെട്ടു. ഇപ്പൊ ഞാൻ രാജീവ് ശങ്കറിനേക്കാൾ മെച്ചപ്പെട്ട ആളാണ് എന്ന് ഏതെങ്കിലും നിയമത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ നിയമം അവിടെ ഇരിക്കുകയുള്ളൂ. ഭരണഘടന നിലവിൽ വന്നത് അന്ന് ദിവസം മുതൽ ആ നിയമത്തിനായി എഴുതി വെച്ച വരികൾക്ക് യാതൊരു പ്രസക്തിയും ഇല്ലാത്ത വിധം അത് നഷ്ടമായി. ഈക്വാലിറ്റി, ഫ്രട്ടേണിറ്റി തുടങ്ങിയ കൺസെപ്റ്റുകൾ ഇന്ത്യൻ ജനതയ്ക്ക് ഒട്ടും പരിചിതമായിരുന്നില്ല. ഇപ്പോഴും പരിചിതമാണെന്ന് ഞാൻ കരുതുന്നില്ല. ഈക്വാലിറ്റി എന്ന് പറയുന്നതിന്റെ പൂർണ്ണമായ അർത്ഥം ഇന്ത്യയിലെ ഭരണാധികാരികൾക്ക് മനസ്സിലായിട്ടില്ല, ജനതയ്ക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണല്ലോ നമ്മളിപ്പോ കേരളം വിട്ടുകഴിഞ്ഞാൽ, ബോർഡർ വിട്ടുകഴിഞ്ഞാൽ നമ്മൾ അങ്ങ് സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഈ പറയുന്ന ഭരണഘടന നിലവിൽ വരുന്നതിന് മുമ്പുണ്ടായിരുന്ന രാജ്യത്ത് നിന്ന് എത്ര ചുവട് നമ്മൾ മുമ്പോട്ട് വെച്ചു എന്ന് സംശയം നമുക്കുണ്ട്. ഇപ്പോൾ നമ്മുടെ ഭരണഘടന അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ പീപ്പിൾസ് റെപ്രസെന്റേറ്റീവ്സ് ആണ് ഭരണഘടനയുടെ ഭാവി തീരുമാനിക്കുന്നത്. അതായത് രാജ്യസഭയും ലോക്സഭയും ഒക്കെയാണ് തീരുമാനിക്കുന്നത്. അവരുടെ അംഗബലം എടുത്തു കഴിഞ്ഞാൽ തന്നെ യുപിയും ബീഹാറും തുടങ്ങിയ ഒരു സെൻട്രൽ ഇന്ത്യ, അവിടുത്തെ പോപ്പുലേഷന്റെ റെപ്രസെന്റേറ്റീവ്സ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം സൗത്ത് ഇന്ത്യയുടെയോ നോർത്ത് ഈസ്റ്റിന്റെയോ ഒക്കെ MP-മാരെക്കാൾ എത്രയോ കൂടുതലാണ്. അപ്പൊ അങ്ങനെ ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബഹുഭൂരിപക്ഷം ഇന്ത്യക്കാരെ റെപ്രസെന്റ് ചെയ്യുന്ന കോൺസ്റ്റിറ്റ്യുവൻസികളിലുള്ള ആളുകളുടെ ജീവിത നിലവാരം, അവരുടെ ഈ ഡിഗ്നിറ്റി, നമ്മൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഉപയോഗിച്ചാൽ ഡിഗ്നിറ്റി, ഇതേപ്പറ്റിയൊന്നും അവർക്ക് മനസ്സിലായിട്ട് പോലും. നമുക്കും കിട്ടി സ്വാതന്ത്ര്യം എന്ന് മലയാളത്തിൽ ഒരു പാട്ടുണ്ട്. അപ്പോ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഭൂമി കിട്ടാത്ത അടിയാളരായിട്ട് ജീവിച്ചിരുന്ന കേരളത്തിൽ ഒരു തരത്തിലുള്ള റൈറ്റ്സും റെക്കഗ്നൈസ് ചെയ്യാത്ത ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാത്താ നീ അറിഞ്ഞോ നമുക്കും കിട്ടി സ്വാതന്ത്ര്യം എന്ന് പറയുന്ന പോലെ അവരും ഇപ്പോൾ ഈ സ്വാതന്ത്ര്യ ദിനത്തിന് മുട്ടായി കൊടുക്കുന്നു, അല്ലെങ്കിൽ റിപ്പബ്ലിക് ദിനത്തിന് മുട്ടായി കൊടുക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഈ ഡിഗ്നിറ്റി ഇന്ത്യയിൽ എവിടെയും കാണാനില്ല. അപ്പൊ ഞാൻ വിശ്വസിക്കുന്നത് വ്യക്തിപരമായി, അതൊരു പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി വലിയ തോതിൽ അഭിമാനം കൊള്ളുന്ന ആളുകൾക്ക് ഒരുപക്ഷെ അത് ക്ഷതമായിരിക്കാം. പക്ഷെ ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നത് ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വെച്ച ഈക്വാലിറ്റി, ഫ്രട്ടേണിറ്റി തുടങ്ങിയ സംഗതികൾ, തുടങ്ങിയ മൂല്യങ്ങൾ, അടിസ്ഥാന മൂല്യങ്ങൾ, ഈ രാജ്യം ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക് ആകുന്നത് പൗരന്മാർക്ക് ഇത്തരം സംഗതികൾ ഉറപ്പുവരുത്താനാണെന്ന് പറഞ്ഞിട്ടാണ് പ്രിയാമ്പിൾ തുടക്കം. നമുക്ക് എന്തിനാണ് ഈ രാജ്യം? ഈ രാജ്യം എന്ന് പറയുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളംലി റിസോൾവ് ടു അവർസെൽവ്സ് ഇൻടു എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ റിപ്പബ്ലിക് എന്ന് പറഞ്ഞ് തുടങ്ങുന്നത് 3 കാര്യങ്ങൾ ഉറപ്പുവരുത്താനാണ്. നീതി, പലതരത്തിലുള്ള നീതി; സ്വാതന്ത്ര്യം, പലതരത്തിലുള്ള സ്വാതന്ത്ര്യം; ഫ്രട്ടേണിറ്റി, സാഹോദര്യം, പലതരത്തിലുള്ള സാഹോദര്യം. അതുപോലെ തന്നെ പ്രധാനമാണ് രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും രണ്ടാമത് വെച്ചുകൊണ്ട് അതിനു മുമ്പിൽ വ്യക്തിയുടെ ഡിഗ്നിറ്റി വെച്ചുകൊണ്ട് നമ്മൾ തുടങ്ങി വെച്ചിരിക്കുന്ന നമ്മുടെ ഭരണഘടന. ഇതൊക്കെ ഒരുപാട് ഡിബേറ്റുകൾക്ക് ശേഷം നമ്മൾ എത്തിച്ചേർന്ന ചില കൺസെൻസസുകൾ. ഇത് അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ഇന്ത്യയിലെ 1% ആളുകൾ പോലും ഉൾക്കൊള്ളുകയും അതിൽ പ്രാവർത്തനമാക്കുകയും ചെയ്യുന്നില്ല എന്ന് നമ്മൾ ഭരണഘടന ഒരു റിപ്പബ്ലിക്കായി നമ്മളെ പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യങ്ങൾ എത്തുന്നില്ല. ഇതൊരു മേക്ക് ബിലീഫ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. 75 വർഷമായി നാം നമ്മളോട് തന്നെ പറയുന്ന നുണയാണ് ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിലെ പൗരന്മാർക്ക് ഈ തുല്യതയെല്ലാം ഉറപ്പുവരുത്തുന്നുണ്ടെന്ന്. ഭരണഘടന അത് പറയുന്നുണ്ടെന്നുള്ളതല്ലാതെ അത് ഫോളോ ചെയ്യേണ്ട ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സ്റ്റേറ്റ് ആയിക്കോട്ടെ, ജുഡീഷ്യറി ആയിക്കോട്ടെ, എക്സിക്യൂട്ടീവ് ആയിക്കോട്ടെ, നമ്മുടെ ജനപ്രതിനിധികളായിക്കോട്ടെ, അതിന്റെ താഴേക്ക് വരുമ്പോൾ നമ്മുടെ ജനത,
ഇതിനെല്ലാം തീരുമാനിക്കുന്ന വിൽ ഓഫ് ദ പീപ്പിൾ, ഭൂരിപക്ഷ ജനത ഇത് ഉൾക്കൊണ്ടിട്ടില്ല എന്നാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. അതിന്റെ പ്രതിഫലനമായിട്ടാണ് ഞാൻ ഇന്നത്തെ റിപ്പബ്ലിക് ദിനത്തെ കാണുന്നത്. അതായത് ഇന്നലെ വരെ 75 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഇന്നലെ വരെ ഭരണകൂടത്തിന് അറിയാമായിരുന്നു ജനതയ്ക്ക് ഇത്തരം കാര്യങ്ങളെപ്പറ്റി വലിയ ധാരണയില്ലാത്തത് കൊണ്ട് ട്രാൻസ്ഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു റോൾ അവർ നിർവഹിച്ചു. എങ്ങനെ? ഒരു പ്രജയിൽ നിന്നുള്ള സിറ്റിസണിലേക്കുള്ള യാത്രയിലേക്ക് പൗരന്മാരെ ശക്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ശ്രമങ്ങൾ യൂണിയൻ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. വിവരാവകാശ നിയമം അത്തരത്തിലുള്ള ഒരു പരിശീലനമാണ്, ഒരു പരിശ്രമമാണ്. പല ചരിത്രത്തിൽ നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ ഒരുപാട് ശ്രമങ്ങൾ ഇത്തരത്തിൽ കാണാം. ആളുകളെ സ്ട്രെങ്തൻ ചെയ്യുകയും അവരുടെ മൗലികാവകാശങ്ങൾ ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന ശ്രമങ്ങൾ എക്സിക്യൂട്ടീവിന്റെയും ലെജിസ്ലേച്ചറിന്റെയും ജുഡീഷ്യറിയുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഈ ശ്രമങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട്, ഈ ശ്രമങ്ങളെ പാടെ നിരസിച്ചുകൊണ്ട് ഇങ്ങനെ അജ്ഞതയുള്ളൊരു ജനതയെ നമുക്ക് നമ്മുടെ വഴിക്ക് കൊണ്ടുപോകാം എന്ന് തീരുമാനിച്ച് ഈ സ്റ്റേറ്റ് സംവിധാനത്തെ ഹൈജാക്ക് ചെയ്തൊരു സംവിധാനമാണ് കഴിഞ്ഞ കുറച്ചു കാലമായി ഇന്ത്യ ഭരിക്കുന്നത്. അപ്പൊ മറ്റ് സർക്കാരുകളോട് എടുക്കുന്നത് പോലെയുള്ള ഒരു സമീപനം സിറ്റിസണ് ഈ കാര്യത്തിൽ എടുക്കാൻ പറ്റില്ല. കാരണം സ്റ്റേറ്റ് ഭരിക്കുന്ന ആളുകളുടെ, യൂണിയൻ ഓഫ് ഇന്ത്യ ഭരിക്കുന്ന ആളുകളുടെ രാഷ്ട്രീയ നിലപാടെന്ന് പറയുന്നത് ഇവിടെ സെക്യുലറിസം പാടില്ല എന്നുള്ളത്. ഇതൊരു പ്രഖ്യാപിത നിലപാടാണ്, ഇത് രഹസ്യമായ സംഗതിയൊന്നുമല്ല. അപ്പൊ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ ആശയം കൈമുതലായിട്ടുള്ള ഒരു സംവിധാനം, ഒരു ഗ്രൂപ്പ് ഭരണഘടന കൈയാളുന്നു എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാതാക്കൾ പോലും ഒരുപക്ഷെ ആലോചിച്ചിട്ടില്ലാത്തൊരു സംഗതിയാണ്. അബറേഷൻസ് നമുക്ക് മനസ്സിലാവും. ഭരണഘടനയിൽ ഒരു കാര്യം എഴുതി വെക്കുന്നു, അതിനോട് കലഹിക്കുന്നു, വിരുദ്ധാഭിപ്രായങ്ങൾ ഉണ്ടാവുന്നു, അധികാര ദുർവിനിയോഗത്തിനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഇതങ്ങനെയല്ല. ഇതൊരു യൂണിറ്റ് എന്ന നിലയ്ക്ക് ഈ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന അടിസ്ഥാന മൂല്യങ്ങളിൽ വിശ്വാസമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കഴിഞ്ഞ 100 വർഷമായി ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനം, സംഘപരിവാർ എന്ന് പറയുന്ന ഒരു സംവിധാനം ഇന്ത്യയുടെ ഭരണത്തിൽ വരികയാണ്. അത് വന്നതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ അജ്ഞതയെ മുതലെടുത്തുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഭരണഘടനയുടെ ബേസിക് സ്വഭാവത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ ഭരണഘടനാ ദിനത്തിന്റെ അല്ലെങ്കിൽ ഇന്നത്തെ റിപ്പബ്ലിക് ദിനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ ഈ രാജ്യത്ത് ഏറ്റവും ബേസിക് ആയിട്ടുണ്ടായിരുന്ന ഡെമോക്രസിയുടെ ഒരു സ്വഭാവത്തെ, സ്റ്റേറ്റ് മതങ്ങളിൽ നിന്ന് വിമുക്തമായി നിൽക്കണമെന്ന അടിസ്ഥാന തത്വത്തെ ലംഘിച്ചിരിക്കുകയാണ്, പരസ്യമായി ലംഘിച്ചിരിക്കുകയാണ്. അത് സെലിബ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്കിപ്പോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അമ്പലമോ പള്ളിയോ ഉണ്ടാക്കുന്നതിനോ ഒന്നും അമ്പലത്തിലും പള്ളിയിലും പോകാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും റെലവെന്റ് ആയ കാര്യമല്ല. ആ അമ്പലത്തിലോ പള്ളിയിലോ പോകാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് അതിന്റെ സിവിൽ റൈറ്റുമായി ബന്ധപ്പെട്ട കാര്യവുമല്ല. പക്ഷേ പാർലമെന്റിന്റെ ഉദ്ഘാടനം ഒരു മതചടങ്ങ് പോലെ നടത്തുകയും ഒരു മതസ്ഥാപനത്തിന്റെ ഉദ്ഘാടനം സ്റ്റേറ്റ് നേരിട്ട് നടത്തുകയും ചെയ്യുമ്പോൾ, അത് അപ്രോപ്രിയേറ്റ് ചെയ്യുമ്പോൾ, സ്വാതന്ത്ര്യദിനത്തിന് സ്വാതന്ത്ര്യ സമരകാലത്ത് തുടങ്ങിയ ഒരു സമരമല്ല ഇത്. നമ്മൾ ഏത് കാലത്ത്, ചരിത്രത്തിൽ ഏത് നൂറ്റാണ്ടിൽ തുടങ്ങിയതാണ് നമ്മൾ ഈ ഭരണകൂടത്തെ മതമുക്തമാക്കുക എന്ന് പറയുന്നത്? സ്റ്റേറ്റും റിലീജിയനും രണ്ടായിരിക്കണമെന്ന് നമ്മൾ നൂറ്റാണ്ടുകളായി ഉണ്ടാക്കിയ ഒരു കൺസെപ്റ്റ്, യൂറോപ്പിൽ നിന്നൊക്കെ അംഗീകരിച്ച് എല്ലായിടത്തും അംഗീകരിക്കപ്പെട്ട ഒരു കൺസെപ്റ്റിൽ നിന്ന് നമ്മൾ പിന്നോട്ട് പോവുകയാണ്. അപ്പൊ ചരിത്രം പിന്നോട്ട് നടന്ന് 100-400 വർഷങ്ങൾ പിന്നോട്ട് നടന്ന് നമ്മൾ തുടങ്ങിയിടത്ത് തന്നെ എത്തുന്നു എന്നതാണ് ഈ റിപ്പബ്ലിക് ദിനത്തിന് ഞാൻ കാണുന്ന ഒരു പ്രത്യേകത. ഒരു ജനത എന്നുള്ള നിലയ്ക്ക് നമ്മൾ പിന്നോട്ട് നടക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്.